ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു ഫാമിലി ട്രിപ്പാണ്. ബൈക്കിലാണ് പോകുന്നത്. തെന്മലയാണ് നമ്മൾ എയിം ചെയ്തിരിക്കുന്ന സ്ഥലം. ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് പോകാം. പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ബൈക്ക് യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട യാത്രയും ബൈക്കാണ്. എനിക്ക് കാറിനെക്കാട്ടി കംഫർട്ട് ബൈക്ക് തന്നെയാണ്. പക്ഷെ വെയിലുള്ളപ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ ആദ്യം പോയത് കുളത്തൂപ്പുഴ മ്യൂസിയത്തിലേക്കാണ്. വളരെ മനോഹരമായ എൻട്രിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള കുട്ടികൾക്കെല്ലാം പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. നല്ല വൃക്ഷങ്ങൾ, തേക്കുകളെക്കുറിച്ചുള്ള പഠനം, അതുപോലെ സിവിലൈസേഷനുകളെക്കുറിച്ചുള്ള പഠനം, 3D ഷോകൾ, ഒരുപാട് വിദ്യാർത്ഥികൾക്കെല്ലാം മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുളത്തൂപ്പുഴയിലെ ഈ മ്യൂസിയം. എൻട്രി ഫീ വരുന്നത് അഡൾട്ട്സിന് 50 ചിൽഡ്രൻസിന് 25 ഡിജിറ്റൽ പേയ്മെൻറ്റ് അവർ റിസീവ് ചെയ്യും. ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ക്യാൻറ്റീനിലും സെയിം സിസ്റ്റം തന്നെയാണ്. ഒരുപാട് ഹട്ടുകളുണ്ട് അവിടെ. ഇത്തരം ഈ സിവിലൈസേഷനെ കുറിച്ച് തന്നെയാണ് കൂടുതലും പറയുന്നത്. കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ എൻജോയ് ചെയ്യാൻ മുതിർന്നവർക്കും കുട്ടികൾക്കും പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അവിടെ 1 മണി തൊട്ട് 2 മണി വരെ ലഞ്ച് ടൈമാണ്. ആ ടൈം അവിടുത്തെ വർക്കിംഗ് ഇല്ലായിരിക്കും. നമുക്ക് പുറത്ത് മാത്രം നിന്നെല്ലാം കാണാൻ സാധിക്കും. ഞങ്ങൾ 2 മണിക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ട് തെന്മലയിലേക്കാണ്. ആ തെന്മല പോകുന്ന വഴി തന്നെ വളരെ കാടുകൾക്ക് ഇടയിലൂടെ നല്ലൊരു യാത്രയാണ്. എക്സ്പീരിയൻസ് ചെയ്യണം. ഉച്ചയ്ക്ക് ചൂടുണ്ടെങ്കിൽ പോലും ആ മരത്തിൻ്റെ തണലും എല്ലാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് നൽകുന്നു. പിന്നെ നല്ല കർവൊക്കെയുള്ള റോഡാണ്. എല്ലാവരും സൂക്ഷിച്ച് തന്നെ പോകണം. ആ വഴിക്ക് ഒരുപാട് ലോറികളും വണ്ടികളും ഒക്കെ വന്നിറങ്ങും. തമിഴ്നാട് കേരള മെയിൻ റോഡാണിത്. ആ പോകുന്ന വഴി തന്നെ ഒരുപാട് കുരങ്ങുകളെയൊക്കെ കാണാൻ സാധിക്കും. നല്ലൊരു പ്രകൃതിയോട് യോജിച്ച് നിൽക്കുന്നൊരു യാത്രയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഞങ്ങൾ ആ വഴി പോയി ആദ്യം കണ്ടത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ്. പിന്നെ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാമെന്ന് കരുതി. ജസ്റ്റ് ഞങ്ങൾ അവിടെ കയറി. എൻട്രി ഫീ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ചെന്നു. പിന്നെ അവിടെ ബോട്ട് സർവീസോ കുട്ടവഞ്ചി സർവീസോ ഒക്കെ എടുത്താൽ അതിന് ഫീ അടയ്ക്കേണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഡാം വറ്റിക്കിടക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും ഡാമിൻ്റെ വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ. ഡാമിൻ്റെ കൈവഴി തോടുകളാണ്. ഇവിടെ തന്നെ ബോട്ട് സർവീസൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. കാണാനൊക്കെ മനോഹരമാണ്. വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നത് എക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എക്കോ അഡ്വഞ്ചറിലേക്ക് 150 ടിക്കറ്റ് റേറ്റ്. എക്കോ അഡ്വഞ്ചർ ഞാൻ ആദ്യമായാണ് അവിടെ പോകുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ബ്രിഡ്ജ്, അതും കാട്ടിൻ്റെ നടുക്കിലൂടെ നല്ലൊരു ബ്രിഡ്ജ്. ഒരുപാട് കുരങ്ങുകളും ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുരങ്ങുകളൊക്കെ ആദ്യം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു വന്നു. പിന്നെ സെക്യൂരിറ്റിയാണ് ഞങ്ങൾക്ക് വഴിയൊരുക്കി തന്നത്. അതുപോലെ തന്നെ മലയണ്ണാൻ, ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. കാടിൻ്റെ ഒത്ത നടുക്കൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ തന്നെ ഈ യാത്രയെ നമുക്ക് വിവരിക്കാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ആ ബ്രിഡ്ജ് കടന്നു പോകുന്നത്. കൊല്ലത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിമനോഹരമായിരുന്നു ആ ബ്രിഡ്ജിൽ നിന്നുള്ള ഓരോ വ്യൂവും. എന്നുവെച്ചാൽ കാടിൻ്റെ ഒത്ത നടുക്ക് തന്നെയായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. ഒരുപാട് ജീവജാലങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി. ആ ബ്രിഡ്ജ് അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ അതും ഒരു അഡ്വഞ്ചർ ജേണിയായിട്ട് തന്നെ തോന്നും. നമുക്ക് കാട്ടിൻ്റെ ഇടയിലൂടെ വേറൊരു യാത്രയാണ്. കാട്ടുവള്ളികളും ഒരുപാട് കാട്ടുവള്ളികളൊക്കെ കാണാൻ സാധിക്കും. അതിൽ പിടിച്ച് നമുക്ക് ഊഞ്ഞാലാടി പോവുകയോ എങ്ങനെ ചെയ്യാം. ഒരുപാട് പാറക്കെട്ടുകൾ, കാടിൻ്റെ ഒത്ത നടുക്കൂടെ ചെറിയ ചെറിയ മാർക്കുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളത് നോക്കി വേണം പോകാൻ. നല്ലൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ അഡ്വഞ്ചർ സോണുകളുണ്ട്. ചില അഡ്വഞ്ചർ സോണുകളൊക്കെ ഓഫായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി. ഫാമിലിയായിട്ട് നല്ലോണം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു അത്. ആ സോൺ നല്ലതായിരുന്നു. മോനും വൈഫും ഒക്കെ ആയിട്ട് നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പോണ്ടുണ്ട്. അവിടെ വലിയ വലിയ കളർ മീൻ, ഇത്രയും സൈസ് വലിയ കളർ മീനുകളെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സോണുകളുണ്ട് അവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ. ആ കളർ മീനിൻ്റെയൊക്കെ അടുത്ത് മോന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കളർ മീനിൻ്റെ അടുത്ത് നിന്നപ്പോൾ അത് നമ്മളടുത്തേക്ക് വരും. വളരെ വലിയ സൈസ് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ പാർക്കിലെ ചെറിയ ഐറ്റങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നമുക്കും കയറി എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റുണ്ട്. ആ നെറ്റ് പിടിച്ച് നമുക്ക് കയറാം. ചെറിയ ചെറിയ അഡ്വഞ്ചർ സോൺ ഒരുപാട്. സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അവിടെ ആളില്ലായിരുന്നു.
നല്ല വർത്ത്ഫുള്ളായിട്ടുള്ളൊരു ജേണി ആയിരുന്നു. ആര് തെന്മലയിൽ പോയാലും ഈ അഡ്വഞ്ചർ പ്ലേസ് ഒന്ന് ഒരു പ്രാവശ്യം സന്ദർശിക്കണം. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകളും ജീവികളും പല പല വൃക്ഷങ്ങളും പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഫോറസ്റ്റിൻ്റെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് യാത്രയായി. ആ വഴിയിൽ തന്നെ അവിടെ ഒരു അക്വേറിയമുണ്ട്. അവിടെ കയറാൻ ടൈം കിട്ടിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ വഴികളാണ്, വലിയ ട്രാഫിക്കോ കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ കർവുകളൊക്കെ ഒരുപാടുണ്ട്. അതിനാൽ തന്നെ ബൈക്കിലൊക്കെ വരുന്നത് വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ.